ഇപ്പോൾ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത് പെരുമന, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ ഇങ്ങനെ യുവതി ഹാജരാക്കിയിട്ടുണ്ട്, വിശദമായ മൊഴി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന് മുന്നിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എത്രത്തോളം സാധ്യതയുണ്ട് ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള? നോക്കൂ, വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒഫൻസിലാണ് ഇതിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. നേരത്തെ നമ്മളത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം 64 തന്നെ ഉപവകുപ്പുകളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 376 IPC ആണ്, അതായത് ബലാത്സംഗമാണ്. അതൊരു അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു അഡീഷണൽ വകുപ്പുണ്ട്. ഈ വിശ്വാസവഞ്ചനയുണ്ട്, MTP ആക്ട് ഉണ്ട്, അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ഉണ്ട്. അപ്പം ഈ ബലാത്സംഗത്തെ പോലെ തന്നെ ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിലെ വകുപ്പുകൾ പ്രകാരം ജീവപര്യന്തം ഈ രണ്ട് ഒഫൻസിനും കിട്ടാവുന്നതാണ്. 10 വർഷമോ ജീവപര്യന്തം വരെയോ കിട്ടാവുന്ന ഒഫൻസുകളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്ത്രീ ബലാത്സംഗ വകുപ്പ് ഉണ്ടെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുന്നതിൽ പലപ്പോഴും സെഷൻസ് കോടതി ഒക്കെ പലപ്പോഴും നൽകാറില്ല. ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ വരാറുള്ളത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ഇത്തരത്തിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷകൾ വരുമ്പോഴാണ് കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള കൺസിഡറേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ ഉള്ളത് കൊണ്ട് നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിൽ എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള വിധി രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടും എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ നോക്കൂ, കൃത്യമായി ഒരു അഭിഭാഷകന്റെ നിയമോപദേശത്തിന്റെ പിൻബലത്തിലാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. ഏതൊക്കെ പോയിന്റ് കൃത്യമായിട്ട് അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് രാഹുലിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. നേരത്തെ രാഹുൽ പലപ്പോഴും മാധ്യമപ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുമായിട്ട് ബന്ധമുണ്ടെന്നോ, ഇതൊരു കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്നോ, ഒരു കൺസെൻഷ്യൽ സെക്ഷൽ ആക്ട് ഉണ്ടായിട്ടുണ്ടോ എന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു. സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും മറുചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇതെന്റെ വോയിസ് ആണെന്ന്? അവർ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? AI-യുടെ കാലമാണ് എന്നുള്ളതൊക്കെയായിരുന്നു മറുപടി. പക്ഷേ ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ എത്തിയ ഒരു ഘട്ടത്തിൽ കൃത്യമായിട്ട് ഈ കുട്ടിയോടൊരു എമ്പതി ഉണ്ടായിരുന്നു. കുട്ടി അനുഭവിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസുമായി ബന്ധപ്പെട്ടിട്ട് ആ എമ്പതി ഒരു റിലേഷൻഷിപ്പിലേക്ക് വളർന്നു. ദാറ്റ് എൻഡ് അപ്പ് ഇൻ എ സെക്ഷൽ കൺസെൻഷ്യൽ സെക്ഷൽ ആക്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന കുട്ടിയെ അബോർട്ട് ചെയ്തു എന്നുള്ള ഒരു ആരോപണം വന്നപ്പോൾ അതായത് ഞങ്ങൾ ചെയ്ത കൺസെൻഷ്യൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്നല്ല ആ പെൺകുട്ടി ഗർഭിണിയായിട്ടുള്ളത് എന്നുള്ള വളരെ വേഗമായിട്ടുള്ളൊരു വാദവും കൂടെ രാഹുൽ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. കൃത്യമായി ഒരു പ്രാക്ടീസിങ് അഭിഭാഷകൻ, ക്രിമിനൽ സൈഡിൽ പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷകന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിയമോപദേശമാണ് അതിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നടന്ന കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യുമ്പോൾ സെഷൻസ് ജഡ്ജിന് കൃത്യമായിട്ട് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം മനസ്സിലാകും. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ പറയുന്ന കൺസെന്റ് ഒരു ഫ്രോഡലന്റ് കൺസെന്റ് ആണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരും. അത്തരത്തിലൊരു കൺസെന്റ് ഈ ഫ്രീ കൺസെന്റ് അല്ല എന്ന് കോടതിക്ക് മനസ്സിലായാൽ ആ ഘട്ടത്തിൽ, അത് ഈ 164 രഹസ്യമൊഴിയിൽ തന്നെ ഉണ്ടാവും. ആ ഘട്ടത്തിൽ കോടതി എന്ത് ചെയ്യും? കസ്റ്റോഡിയൽ ഇന്ററഗേഷൻ ആവശ്യമുള്ള കേസാണ്. രാഹുലിന്റെ ഫോൺ പിടിച്ചെടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഓൾറെഡി ഈ പറയുന്ന വിക്ടിമിന്റെ ഫോണ് മറ്റു കാര്യങ്ങൾ റിട്രീവ് ചെയ്യാനും മറ്റുമായിട്ട് സയന്റിഫിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു കസ്റ്റോഡിയൽ ഇന്ററഗേഷൻ ആവശ്യമുണ്ട്. മാത്രമല്ല സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്, ഒരു MLA ആണ്, സിറ്റിംഗ് MLA ആണ്. അപ്പൊ അത്തരത്തിൽ ഇതിലെ സാക്ഷികളെയോ അല്ലെങ്കിൽ ഇതിലെ മറ്റു കാര്യങ്ങളെ ടാമ്പർ ചെയ്യാനൊക്കെ സാധിക്കുമെന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടെ ഈ ഒരു മുൻകൂർ ജാമ്യ ഘട്ടത്തിൽ കോടതി പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ഒരു 99% മുൻകൂർ ജാമ്യം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ രാഹുൽ കൂടുതൽ രേഖകൾ ജില്ലാ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് യുവതിക്കെതിരെ. അതായത് ഈ ഗർഭഛിദ്രം സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയത് എന്ന് സ്ഥാപിക്കാനുള്ള രേഖകൾ, ആ യുവതി സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് എങ്ങനെയാകും മുന്നോട്ട് പോവുക?
അല്ല, ഇവിടെ നോക്കൂ, രാഹുൽ പറയുന്നതിലും സമർപ്പിച്ച രേഖകളിലും രാഹുലിന്റെ വാദങ്ങളിലും കൃത്യമായിട്ട് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള വസ്തുതകളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നു, കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. മറ്റ് തെളിവുകൾ ഈ തെളിവിൽ കൂട്ടി പ്രഗ്നന്റ് ആയി എന്നുള്ള ഇതിനുള്ള തെളിവുകൾ നമ്മൾ ഒരു ഭാഗത്തുകൂടെ മാധ്യമങ്ങളിലൂടെയൊക്കെ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് പെൺകുട്ടി ഗർഭിണിയായിരുന്നു, അത് ആരിൽ നിന്ന് എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്ന രാഹുലിനെ അവിടെ ഒരു സസ്പെക്റ്റഡ് ആയിട്ട് തന്നെ കാണേണ്ടി വരും കോടതികൾക്കും പോലീസിനുമൊക്കെ. അപ്പം രാഹുൽ കൊടുക്കുന്ന രേഖകൾ രാഹുലിന് നേരത്തെയുള്ള മൊഴികൾക്കും അതുപോലെ തന്നെ രാഹുലിന്റെ വാദങ്ങൾക്കും കോൺട്രാഡിക്ടറി ആണ് എന്നുള്ളത് കൊണ്ട് അതൊരു ക്രെഡിബിൾ ആയിട്ടുള്ള വാദമായിട്ട് പോലീസിനോ കോടതിക്കോ എടുക്കാൻ വേണ്ടി പറ്റില്ല. അത്തരമൊരു സാഹചര്യം പോലും ഈ വിക്ടിമിന് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വസ്തുത. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഈ പറയുന്ന ഈ MTP ആക്ട് പ്രകാരം ഒരു നിയമപ്രകാരം എന്തുകൊണ്ടാണ് ജീവപര്യന്തം എന്ന് പറയുന്ന ഒരു ശിക്ഷ, അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ശിക്ഷ ഈ മെഡിക്കൽ ടെർമിനേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലീഗൽ പ്രഗ്നൻസി ടെർമിനേഷന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ജീവനെ, ഒരു മർഡർ 302 പോലെ തന്നെ ഒരു മർഡർ ആണ് ഇന്റൻഷനലി ഒരാൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു മർഡർ ആണ് ഈ പറയുന്ന ഒരു ഭ്രൂണഹത്യ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ്. ഇവിടെ ബലാത്സംഗം എന്ന് പറയുന്ന കേസ് കൺസെൻഷ്യൽ ആയതുകൊണ്ട് ചിലപ്പോൾ നിലനിൽക്കാതെ വരും. പക്ഷേ ഈ മെഡിക്കൽ രേഖകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഈ MTP ആക്ടിലെ വകുപ്പുകൾ കൂടെ വരുമ്പോൾ 89 BNS വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യത്തിനെങ്കിലും, അതും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്, അപ്പൊ ആ ഒരു കാര്യത്തിനെങ്കിലും ഈ ഒരു വിഷയത്തിൽ കേസ് നിലനിൽക്കുമെന്നുള്ളതാണ്. കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രാഹുലിന് തന്നെ, ഈ കൊടുക്കുന്ന കൂടുതൽ രേഖകൾ രാഹുലിന് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അതിലൊരു യാഥാർത്ഥ്യം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.